അപ്പൊ ജിമ്മിന് പോയാലെന്ന് ചില ആളുകള് ഇപ്പൊ ന്യൂ ഇയർ വരാണല്ലോ, ജനുവരി വരാണല്ലോ. അപ്പൊ ജനുവരി വരുമ്പോ പൊതുവെ ജിമ്മിന്റെ ഓണേഴ്സിന് വലിയ കാര്യമാണ്. കാരണം എന്താ, പുതിയ വർഷമായതുകൊണ്ട് ഇഷ്ടത്തിന് ജിമ്മിനൊക്കെ പോയി ബോഡിയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ആദ്യം പോയിട്ട് അവിടെ അഡ്വാൻസ് കൊടുക്കും. അപ്പൊ ജിമ്മന്മാർക്കറിയാം, ട്രെയിനർമാർക്കറിയാം ഇയാൾ എന്തായാലും ഒരാഴ്ച വരുള്ളൂ. അപ്പൊ ട്രെയിനർമാർ പുതിയൊരു ഐഡിയ ഉപയോഗിക്കും. എന്താണ്, നിങ്ങൾ 3 മാസത്തെ ഫീസ് ഒന്നിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫർ തരാം. അത് ജാനുവരി ഫെബ്രുവരി മാർച്ചിന് ഒന്നിച്ച് ഫീസ് കെട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 1 മാസത്തെ ഫീസ് കുറച്ച് തരാം. അല്ലെങ്കിൽ അഡ്വാൻസ് ഫീസ് നിങ്ങൾ കെട്ടണ്ട, അഡ്മിഷൻ ഫീസ് നിങ്ങൾ കെട്ടണ്ടെന്ന് പറയും. 1 മാസത്തെ ഫീസ് കുറവല്ലേ, അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് കുറവല്ലേ എന്ന് വിചാരിച്ച ഒരു 3 മാസത്തേത് കിട്ടും. 3 മാസത്തേത് കെട്ടിട്ട് ഇവർ ആദ്യത്തെ ദിവസം പോയിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് ഇത് ഭയങ്കര ടയർഡാവും. ജിം എന്ന് പറയുന്നത് സുഖമുള്ള കാര്യം തന്നെ, നല്ല ടയർഡാകുന്ന കാര്യമാണ്. കാരണം എന്താ, പൈസ കൊടുത്തിട്ട് കസ്റ്റമർ അധ്വാനിക്കുന്ന സ്ഥലമാണ് ജിമ്മ്. മുതലാളിമാരിങ്ങനെ മുണ്ടാണ്ടിരിക്കും, അതാണ് ജിമ്മ്. മുതലാളിമാരിങ്ങനെ നോക്കിയിരിക്കും, പൈസ കൊടുത്തോന് പണിയെടുക്കും, അതാണ് ജിമ്മിന്റെ പ്രത്യേകത. അങ്ങനെയല്ലേ ജിമ്മ്? മുതലാളിമാരിങ്ങനെ പൈസ കൊടുത്തിട്ട് ഒരാൾ അധ്വാനിക്കുന്നത് ഇങ്ങനെ മുതലാളി ഇങ്ങനെ നോക്കിയിരിക്കുന്ന സിസ്റ്റത്തെയാണ് ജിമ്മ് എന്ന് പറയാം. അപ്പൊ ഇയാള് 2-3 ദിവസമൊക്കെ അധ്വാനിച്ചിട്ട് പിന്നെ അടുക്ക് ഇങ്ങനെ കണ്ണാടി നോക്കി മസിൽസ് ഒക്കെ നോക്കി ഒന്നും കൂടുന്നില്ലല്ലോ എന്ന് തോന്നിയാല് ഒരാഴ്ച കഴിഞ്ഞ് ഇയാള് മെല്ലെ എന്ത് ചെയ്യും, ഇയാളെ പണി നിർത്തും. മുതലാളിക്ക് ലാഭമായോ? 3 മാസത്തെ പൈസ കിട്ടിയോ? ഇത് മുതലാളിക്ക് അറിയാം. അങ്ങനെ എല്ലാ വർഷവും 3 മാസത്തെ ഫീസ് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ജിമ്മിന് പോയാലൊന്നും വേറെ കുറയില്ല. വേറെ കുറയണമെങ്കിൽ എന്ത് വേണം? എത്ര കാലം കൊണ്ടാണോ ഈ വേറെ വികസിച്ചത് അത്ര കാലം ഫുഡ് കൺട്രോൾ തന്നെ ചെയ്യേണ്ടി വരും.